ഹലോ ഗായ്സ്, അപ്പം റബൽ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോ ക്ലിപ്പ് ബാക്ക് റൂംസിൻ്റെ ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. എൻ്റെ കൂടെ എൻ്റെ കസിനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി മൾട്ടിപ്ലെയർ കളിച്ചിട്ട് ഫുൾ ലെവലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ലെവൽ 0 ആണ്, അതായത് ആദ്യത്തെ ലെവല്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കസിൻ. അപ്പം നമുക്ക് ലെവൽ 0 ആണ്, അതായത് ആദ്യത്തെ ലെവൽ. നമ്മൾ ഇവിടുന്ന് ഉണ്ടല്ലോ സാധനങ്ങൾ ഒരു 7 ആണ് ഗൈസ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഒരു എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഡോർ ഉണ്ടാവും, അതായത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഞാനിത് യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഗൈസ് പറയുന്നത്. ഇനി നമ്മളെ പിടിക്കാനൊക്കെ ആൾ വരും. മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് നോക്കണം. അവിടെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് കണ്ട വഴി ഓടാം. കോട്ടായി ഇനിയിപ്പം വേഗം തന്നെ റീസ്പോൺ ആവും. അപ്പോൾ നമ്മൾ എക്സിറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിറ്റിൻ്റെ ഒരു വഴി ഉണ്ടാവും, അതങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ഓടിപ്പോവാം. ആ കൊള്ളി വെച്ച് വരാണ്ടെന്ന് മതി. ഒരു കൊള്ളീനെ പോയാണ് കഴിക്കാൻ കാണാനുള്ളത്. എക്സിറ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. അയ്യോ ഞാൻ കോട്ടായി. ഓക്കെ ഗൈസ്, അവൻ എസ്കേപ്പ് ചെയ്യേണ്ട വഴി കണ്ടുവച്ചു. അപ്പം നമുക്ക് വേഗം അടുത്തേക്ക് പോകാം. അവൻ എസ്കേപ്പ് ആവുന്ന സമയം കൊണ്ട് നമ്മളും അടുത്ത ലെവലിലേക്ക് എത്തും. വഴി എവിടെയാണ്? വഴിയൊന്നും തിരിഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു ഗൈസ്. അതെ ഇങ്ങോട്ടേക്കാണ്. വഴി കിട്ടില്ല. നമ്മളെത്തി. വഴി കൂടി ഒന്നും കാണുന്നില്ല. എല്ലാം കൂടി ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മളിത് എക്സിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മളെന്തായാലും കൂടി ഐശ്വര്യമായിട്ട് പുറത്തു പോകാൻ പോവുകയാണ്. ഇതാണ് ഗൈസ് അടുത്ത ലെവല്. ഇവിടെ നമുക്ക് ഒരു ഗാർഡിൻ്റെ ഒരു കീ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് തോന്നുന്നത്. വീഡിയോ എല്ലാം കാണുമ്പോൾ ഗൈസ് എന്തോ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ആ കീ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എവിടെയോ പോകണ്ട്. നമുക്ക് കണ്ടുപിടിച്ചിട്ട് ആ ഡോറുണ്ട് ഗൈസ്. ഓക്കെ, എക്സിറ്റ് കണ്ടുപിടിച്ചു. ഇതാണ് അടുത്ത ലെവല്. ഇതൊന്നുകൊണ്ട് ഓടിപ്പോകാൻ മാത്രം മതിയാ? ഇന്ന് ഓടിപ്പോയാൽ മതിയാ? ഇവിടുന്ന് ഓടിപ്പോകലാണ് ഗൈസ്. നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് പെട്ടെന്ന് വഴി വെച്ചിട്ടുണ്ട്. ഇനി അറ്റൊന്നും ഇല്ല തോന്നുന്നു. നമ്മളിങ്ങനെ വെറുതെ ഓടിപ്പോക്കി.
വീടിലെന്താ ഉള്ളത്? വീടിൽ ഒരു തേങ്ങയുമില്ല. ഓടിപ്പോക്കി പോലെ രക്ഷയുള്ളൂ. ഇവിടെ മറ്റേ ജീവിയാറ്റം വരുക, ആ മറ്റേ കൊള്ളി പോലെയുള്ള ഗൈസ്. എന്നെ പിടിച്ചു ഗൈസ്. നമ്മൾ രണ്ടാളും കോട്ടായി ഗൈസ്. നമ്മൾ സ്പോണായി. നമ്മൾ തിരിച്ച സ്ഥലത്തേക്ക് എത്തി. ഇനി ഒന്നും കൂടി നമുക്ക് ഓടിപ്പോണെന്ന് തോന്നുന്നു. ഇവരെന്നാ ഇങ്ങനെ സാധനം കെട്ടിയാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ പ്രേതം വരുമ്പോൾ അങ്ങ് ഒളിച്ചിരിക്കാനാണോ? എന്തായാലും നമുക്ക് പ്രേതം വരുമ്പോൾ ആക്രമണത്തിനുള്ളിൽ കയറി നോക്കാം. ഇവിടെ അതൊന്നും കിട്ടുമോ? നമുക്ക് ഒരു തേങ്ങയുമില്ല. ആണെ നിർത്തി കഴിക്കാറ് കിട്ടും. ഇവിടെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ആ കൊള്ളി വരുമ്പോൾ ഇതിൻ്റെ ഒളിച്ച് നോക്കാം. എന്നാൽ ആവോ നോക്കാലോ. ചന്ദ്രാണ്ടുമില്ല. എന്തിനാണ് നിൽക്കുന്നത്? ഗായ്സ്, ഒരു വളവ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കുറേ കഴിഞ്ഞ ശേഷം നമുക്ക് എന്തായാലും നോക്കാം. ആ ജീവിയായിട്ട് ഒരു വഴി വളർന്നു. നമുക്ക് എന്തായാലും ഇങ്ങനെ ഒളിച്ചു വെച്ച് പോകാം. ഓരോ കട്ടയിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു വെച്ച് പോകാം. ആ പിന്നെ നമ്മൾ സേഫായി. എക്സിറ്റ് കണ്ടുപിടിച്ചു ഗൈസ്. ഓക്കെ, ബർത്ത്ഡേ ആ. ഇപ്പോൾ കേക്കും ബർത്ത്ഡേ ഇല്ലാന്നല്ല. ഇവിടെ ഇല്ലെന്നുണ്ട് ഫ്യൂസ്. അപ്പം നമ്മൾ ഫ്യൂസ് കണ്ടുപിടിക്കണം ഗൈസ്. ഫ്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ഫ്യൂസ് ഓൾറെഡി ആയിട്ടുണ്ട് ഗൈസ്. ബാക്കി റെഡിൻ്റെ ഫ്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. റെഡ് ബട്ടൺ എടുക്കാം. നമുക്ക് എന്തായാലും തപ്പി നോക്കാം. കേക്കും ബർത്ത്ഡേ ആഘോഷില്ല. എന്തോ ഒരു സാധനം വരുന്നുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാ റെഡാ. ഇത്രയും സാധനം മഞ്ഞല്ലേ ഉണ്ടായിന്. ഇപ്പൊ റെഡായല്ലോ. ഗ്രീൻ കീ കിട്ടി. ഞാൻ ഗ്രീൻ കീ എടുത്തു. ഗ്രീൻ റൂം കിട്ടിയാ? ഞാൻ വരട്ടെ. പ്രേതം വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. റെഡ് കീ കിട്ടി. ഗ്രീൻ്റെ ഒരു ഡോർ കിട്ടി. നമ്മൾ റെഡ് പോയിട്ട് കുറച്ച് കാര്യം ചെയ്യാം. ഫ്യൂസും കിട്ടി ഗൈസ്. അപ്പോൾ ഈ റെഡിലൊരു ഡോർ തുറക്കാം. ആദ്യം ഉണ്ടാവും കൊടുക്കും. ഇതാ ഗൈസ് റെഡിലുള്ള ഡോറ് ഞാൻ തുറക്കാൻ പോവാണ് ഗൈസ്. ഫ്യൂസ് കിട്ടി. ഇനി ഏത് ഡോറാണുള്ളത്? റെഡായി ഗ്രീനായി. യെല്ലോ ഇല്ലല്ലോ. യെല്ലോ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ യെല്ലോ ഇല്ല. ഒന്ന് വേറെ ഏതോ ഒരു കളറിലുള്ള ഒരു റൂമുണ്ട്. അതേതാ നമുക്ക് നോക്കണം. എവിടെ കൊണ്ടൊരു തിരുവാട് കിട്ടുന്നില്ല. റെഡും ഗ്രീനും കീ ആയി. അയ്യോ അയ്യോ ആ ബർത്ത്ഡേ പ്രേതം പിന്നെ വരുന്നുണ്ട്. എത്രണ്ണം ഉള്ളത്? രണ്ടെണ്ണം, മൂന്നെണ്ണം. രണ്ടെണ്ണം ഉള്ളത്. ഇപ്പോൾ ഓനെ പിടിക്കാൻ വരുന്നുണ്ട്. ഞാൻ റീസ്പോണായി. നമ്മളതിൽ ഇപ്പോൾ എന്തെല്ലാം കീ ഉണ്ട്? റെഡ് കീ, ഗ്രീൻ കീ, അയൺ കീ, ഫ്യൂസ് രണ്ടെണ്ണം. അപ്പോൾ ഫ്യൂസ് നമുക്ക് ഒന്നും കൂടി വേണം തോന്നുന്നു. ബ്ലൂ. അടുത്ത ബ്ലൂ ആണ് ഗൈസ്. ഇവിടെ എൻ്റെ കസിനിപ്പം ബ്ലൂവിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പം ബ്ലൂ കീയും കൂടി കിട്ടിയാലായി തോന്നുന്നു. ബ്ലൂവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേറെ എന്തോ ഒരു സാധനം കിട്ടും. അതെ, ഫ്യൂസ് തന്നെയാണ് ഒന്ന് കിട്ടുക. ഞാനിങ്ങനെ റെഡ് ചുറ്റും ബ്ലൂ കീയും ഡോർ
ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ വെക്കുന്നത്. ആ പ്രേതം വരാണ്ട് മതി. ബ്ലോക്ക് കിട്ടി ബ്ലോക്ക് കിട്ടി ഓന് ബ്ലോക്ക് കിട്ടി. അപ്പം ബ്ലൂവിൻ്റെ സ്ഥലത്ത് പോയിട്ട് ആ ഡോറ് തുറക്കുക. അങ്ങനത്തെ ആയിരിക്കുമല്ലേ? എന്നിട്ട് അവിടെ നിന്ന് ഒരു ഫ്യൂസ് കിട്ടിയിട്ട് ഫുള്ള് വെക്കലായിരിക്കുക. അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. അയ്യോ ചേടാ ഗൈസ്, സ്പോണായി എടുക്ക തന്നെ ആ പ്രേതം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഫ്യൂസ് ഓക്കെ ഗൈസ്, ഫ്യൂസ് മൂന്ന് കിട്ടി. അയ്യോ മറ്റേ പ്രേതം. ഗൈസ് അപ്പം നമ്മളിപ്പോൾ 2 ഫ്യൂസ് ഉണ്ട്. നമുക്ക് ഫ്യൂസ് വെക്കാം. ഓക്കെ ഞാൻ നേരെ ഗെയിമിൽ നിന്ന് പുറത്തായി ഗൈസ്. ഞാൻ എന്തായാലും കോൾ അടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒന്നും കൂടി ജോയിൻ ആയിട്ടുണ്ട്. അപ്പം ആ പ്രേതങ്ങളിലാണ് പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നാവോ അറിയില്ല നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ആൾമാരെല്ലാം താഴേക്ക് വീഴുന്നുണ്ട് ഗൈസ്. ഇല്ല, അവർ കുറച്ച് കടുപ്പാണ് തോന്നുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട എല്ലാ പ്രേതങ്ങളും ഇല്ലാതെ വരുന്നുണ്ട്. ആ ഒരു കൊള്ളീനെ പോലത്തുള്ളതിനെ നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ബേർഡിൻ്റെ ഇടയ്ക്കുള്ളതിനെ നമ്മൾ കണ്ടു. പിന്നെ വേറെ എല്ലോ പ്രേതങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെവലിലെ പ്രേതങ്ങൾ വരുന്നത് എക്സിറ്റ് കിട്ടി കളി. എക്സിറ്റ് കിട്ടിയാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകണം. അടുത്ത പൂളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ നമ്മളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പം അടുത്ത പാർട്ട് 2 നമ്മൾ ഈ പൂൾ റൂമിൻ്റെ ഈ വീഡിയോ ഇടും. അപ്പോഴത്തേക്ക് പാർട്ട് 2 വരെ എല്ലാവരും കാത്തിക്കുക. അധികം വൈകാതെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം താഴെ നിങ്ങളെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം അതുവരെ ഇറ്റ്സ് മീ റബൽ ഗെയിമിംഗ് സൈനിങ് ഔട്ട്.